പെരിയാറിൻ്റെ തീരത്തൂടെ ഇങ്ങനെ നടക്കാൻ നല്ല രസമാണ് കേട്ടോ. ഇത് കന്നുകാലിയും കൊണ്ടൊക്കെ പോകുന്നവരെ ഉണ്ടാക്കിയിട്ടിരിക്കുന്ന വഴിയാണേ. ഇതുണ്ട് എന്തേരം പച്ചപ്പുള്ള ചെടികളങ്ങനെ പൂക്കൾ പോയി കണ്ടമാനമുണ്ടേ. ഇത് കഴിഞ്ഞ ദിവസം ഇവിടം വരെയൊക്കെ വെള്ളം കയറിയായിരുന്നു തോന്നുന്നു അല്ലേ. ആ ഒരു ഭംഗി കിടക്കുന്നുണ്ടോ, വെള്ളം കയറിയിട്ട് ഇറങ്ങിപ്പോയതിൻ്റെയാന്ന് തോന്നുന്നത്. ഇവിടെ കുറേ പോത്തുംകുട്ടന്മാരൊക്കെ നിൽപ്പുണ്ടേ. എന്നെ കണ്ടിട്ട് അവന്മാരിങ്ങനെ നോക്കുക, നേരറാ വരുന്നതെന്ന്. ഞാനറാ കയറൊക്കെ ഉണ്ടോ അല്ലേ വേണ്ട, ഓടി വരുമോ ഇങ്ങോട്ട്. ഇത് കണ്ടോ എന്തുമാത്രം ചെറുകിട പൂക്കളാന്ന് നോക്കി, പുൽത്തകിടിയൊക്കെ ആയിട്ട് നല്ല രസമല്ല കാണാൻ. ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു മെയിൻ കാഴ്ച. അങ്ങോട്ട് ആ ഒരു ഭാഗത്തുണ്ടല്ലോ കംപ്ലീറ്റ് ആ നീല കളർ പോലെ കിടന്നുണ്ട്. അതൊരു തരം ചെടി. ഇവിടെ നമ്മൾ കാണുന്നതിൻ്റെ ചെടികൾ കുറേ അടുപ്പിച്ച് നിൽക്കുന്നതാണ്. ഇതിനെ ഒന്നും കെട്ടിയിട്ടില്ലല്ലേ. അതൊരു എരുമച്ചിയാണ്. എരുമച്ചി എന്നെ കണ്ടപ്പം ഇപ്പോൾ ഓടും വേണമെങ്കിൽ നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ. നമ്മുടെ നേരെ ഇങ്ങോട്ട് വരാതിരുന്നാൽ മതിയായിരുന്നു. പെരിയാർ നദി വളഞ്ഞിങ്ങനെ ഒഴുകി വരുന്ന ആ ഒരു രസമുള്ള കാഴ്ച കണ്ടോ. പെരിയാറിൻ്റെ തീരത്തോടെ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് അങ്ങ് ദൂരെയായിട്ട് അയ്യപ്പൻകോവിൽ ക്ഷേത്രമൊക്കെ കാണാം. പിന്നെ കളകളവായിട്ട് ഒഴുകുന്ന പെരിയാറിൻ്റെ ആ ഞൊറിഞ്ഞുടുത്ത ചേലകൾ പോലുള്ള ചെറിയ ഓളങ്ങളും പാറക്കെട്ടുകളും അങ്ങനെ വളരെ മനോഹരമായ കുറേയധികം കാഴ്ചകൾ. അമ്പലത്തിനെ നമുക്കിങ്ങനെ കാണാം കേട്ടോ. ഈ കാണുന്ന പാറയുടെ ആ കാണുന്നതുണ്ടോ, അതിനടിയിൽ കൂടെ ഒരു തുരങ്കമൊക്കെ ഉണ്ടായിരുന്നെന്നാണ് പറയപ്പെടുന്നത്. നമ്മൾ കണ്ടിട്ടില്ല, ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ കേട്ടോ. അമ്പലം പിന്നെ കുറേ പുതുക്കിപ്പണതേ മുകളിലോട്ടാക്കി. ആ ഒരു പില്ലറെ കൂടെ മുകളിലോട്ടാക്കി. അതിൻ്റെ അപ്പുറത്തൊരു പിന്നെ ഒരു ബ്രിഡ്ജൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടേ. ആ മാളികപ്പുറത്തിൻ്റെ അവിടുന്ന് ഇങ്ങോട്ട് ഉള്ളൊരു വഴി. ഇത് ഇത്ര പൊക്കി പണിതിരിക്കുക എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മളീ കാണുന്നതല്ലേ, ഇവിടെ നല്ല രീതിയിൽ വെള്ളം കയറും കേട്ടോ. വെള്ളം കയറി കഴിയുമ്പോൾ പ്രശ്നമാകുമേ. വെള്ളം അങ്ങനെ കയറി നിൽക്കുമ്പോഴും ആ അമ്പലത്തിലോട്ട് വന്ന് തൊഴാനും വിളക്ക് എത്തിക്കാനും ഒക്കെ ഉള്ളൊരു സംവിധാനത്തിന് വേണ്ടിയിട്ടാണ് അത്ര ഉയർത്തി പണിതിട്ടുള്ളതൊക്കെ. പണ്ടൊക്കെ ഈ ഒരു അമ്പലം താഴെയായിരുന്നു, അതിനുശേഷം പിന്നെ ഉയർത്തി. ഇത് നല്ല മഴക്കാലത്തൊക്കെ ഇവർ അവിടെ കിടക്കുന്ന വള്ളമൊക്കെ കണ്ടോ, അതുപോലുള്ള വള്ളത്തേൽ ഇവരിങ്ങനെ തുഴഞ്ഞു വന്നിട്ട് അമ്പലത്തിൽ വന്ന് വിളക്ക് കത്തിക്കാതിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഇവിടെ ആ കണ്ടൊരു നീലപ്പൂക്കളും ഉണ്ടോ, കണ്ടമാനമുണ്ട്. നോക്കി എന്ത് രസവന്മാരെ കാണാൻ നോക്കി. നമ്മൾ ആദ്യം ഒന്ന് കാണിച്ചായിരുന്നു, ക്യാമറയിലെടുത്ത് വെച്ചു. അപ്പോൾ ഞാൻ ഫോണിൽ കാണിക്കുമ്പോൾ കുറച്ചും കൂടെ വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു. ഇനി നമുക്കിതിലേ ഇങ്ങനെ അങ്ങോട്ട് പോയിട്ട് യാറിൻ്റെ തീരത്തോടെയൊക്കെ ഇങ്ങനെ പോകാം. ഏറ്റവും കൂടുതൽ ഈ പൂക്കളുടെ കാഴ്ചയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് കേട്ടോ. ആ വയലറ്റ് പൂവ് ഒരു വല്ലാത്ത പൂവ്, നല്ല കളറാണ് ഇത് കേട്ടോ. എന്തായാലും നിൽക്കുന്നത് നോക്കി. അത് നമ്മൾ കുറേ ഇങ്ങനെ കാണിച്ചു. ഇതായിരുന്നു പണ്ട് ഇതിലേ ഇറങ്ങി അപ്പുറം മുറിച്ച് കിടക്കുന്ന വഴി കേട്ടോ. നാട്ടിലേക്ക് ചെല്ലാം. അവിടെ കുറച്ച് മീൻപിടുത്തക്കാരൊക്കെ ഉണ്ടെന്ന് തോന്നേ. ഇവിടെ ഈ വെള്ളം ഇങ്ങനെയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കയമൊക്കെ ഉണ്ട് കേട്ടോ. വെള്ളം ഒഴുകുന്ന നോക്കി. പെരിയാർ നദിയിലെ വെള്ളത്തിൻ്റെ ഒഴുക്കുണ്ടോ, എങ്ങനെ ഒഴുകി 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 നമ്മുടെ ഇടുക്കിയിലോട്ട് ചെന്ന് കയറും. മീൻപിടുത്തക്കാരിയ്ക്കുന്നുണ്ടോ അവിടെ എങ്ങനെ ഇരിക്കുക അവർ. അപ്പോൾ അവരുടെ ക്ഷമയെ സമ്മതിക്കണം കേട്ടോ. എത്ര നേരം കുത്തി നിന്നാലോ മീൻ കിട്ടുന്നല്ലേ. വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ ഈ നദീതടത്തിലൂടെയൊക്കെ ഇങ്ങനെ നടക്കാനൊരു നല്ല രസമാണ് കേട്ടോ. ഈ പുഴയുടെ തീരത്തൂടെയൊക്കെ ചെറിയ വെയിലും ഒരു ചാറ്റൽ മഴയും കൂടെ ഉണ്ടാകും, നല്ല രസമാണ്. പക്ഷേ മഴ വരണ്ട. ഇപ്പോൾ എൻ്റെ കയ്യിൽ കുടയില്ല. ഇപ്പോൾ ഞാൻ കുട എടുക്കാതെ വന്നതേ. അവിടെ ഒരു തോണി കിടക്കുന്നുണ്ടോ. നേരത്തെ ഇവിടെ നിന്നൊക്കെ ഒത്തിരി മണൽ വാരിക്കൊണ്ടിരുന്നത്. അവരുടെ കുറേ പഴയ തോണിയൊക്കെ ഇവിടെ ഉണ്ട്. മണൽ വാരലിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. ഈ മേഖലയും കൊണ്ട് മണൽ വാരി ജീവിച്ചുകൊണ്ടിരുന്ന ഒരുപാട് ആൾക്കാരുണ്ടേ. സർക്കാരിൻ്റെ ഉത്തരവ് പ്രകാരം മണൽ വാരിച്ച നിർത്തിയോടുകൂടി ഒരുപാട് പേരുടെ അങ്ങനെയുള്ള പണികളൊക്കെ പോയി അവർ മറ്റുള്ള ജോലികളിലേക്കൊക്കെ മാറി. ഈ ഒരു ഭാഗത്തു നിന്നൊക്കെ നല്ല രീതിക്ക് മണൽ വാരിയെടുക്കുമായിരുന്നു. ഇപ്പോഴും ഇവിടെ ഈ ഒരു സൈഡ് ഇങ്ങനെ കിടക്കുന്ന ആ ഒരു കാട് പിടിച്ച് കിടക്കുന്നുണ്ട്, ആ കറുത്ത പോലത്തൊക്കെ കാണുന്നത്. അതിൻ്റെ അടിയിലെല്ലാം മണൽ വന്ന് വർഷങ്ങളായിട്ട് അടിഞ്ഞു കിടക്കുവാണേ. അതുകൊണ്ടാണ് ഈ വെള്ളം വരുന്ന സമയത്ത് പെട്ടെന്ന് കരയ്ക്കോട്ട് വെള്ളം കൂടുതലായിട്ട് കവിഞ്ഞിങ്ങ് കയറുന്നത്. അവിടെ നിന്ന് ഒരാൾ മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒറ്റയ്ക്ക് നിന്ന് ഒരാൾ മീൻ പിടിക്കുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്തായിട്ട് 2 പേര് നിന്ന് മീൻ പിടിക്കുന്നുണ്ട്.
പിടുത്തം, അവർ രണ്ടുപേരും അമ്മയും പിടുത്തം. ഇവിടുന്ന് നമുക്ക് ആ മാളികപ്പുറത്തുനിന്ന് ഇപ്പുറത്ത് ശ്രീകോവിലേക്കുള്ള ആ ഒരു നടപ്പാലം നല്ല ഭംഗിയായിട്ട് കാണാൻ കണ്ടോ. എന്തേരം കല്ലുകളായി ഒരു സെൻട്രൽ ഭാഗത്തായിട്ട് വന്നിരിക്കുന്നതെന്ന് നോക്കി, ഒരുപാടുണ്ടത്. മഴയിലൊക്കെ ഒലിച്ചു വന്നിരിക്കുന്നതായിരിക്കും പണ്ടൊക്കെ. ഇനി നമുക്ക് ആ ആറിൻ്റെ അവിടേക്കൊന്ന് ഇറങ്ങാൻ പറ്റും. ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങുന്ന ഒരു ചെറിയ വഴി ഞാൻ കണ്ടായിരുന്നു, ആ കല്ലിൽ അങ്ങോട്ട് ഇറങ്ങാനായിട്ട്. ഇതെല്ലാം നടപ്പുവഴി പോലെയൊക്കെ തന്നെയാണ്. ഇതാന്ന് തോന്നുന്നു. ഇപ്പം നല്ല വെയിലൊക്കെ വീശിട്ട് നല്ല ലൈറ്റ് ഉണ്ട് കേട്ടോ. നമുക്ക് നല്ല ഈ പുഴയുടെ അവിടെയൊക്കെ ഒന്ന് ചെറുതാണെന്ന് ഇറങ്ങി നോക്കാം. ഇതുവഴിയൊക്കെ നമ്മൾ വന്നിട്ട് ഇപ്പോൾ ഒരുപാടായി കേട്ടോ, കാലങ്ങൾ കുറേയായി. ഇപ്പോൾ പുഴയിൽ എന്തുമാത്രം കല്ലാണ് വന്ന് കിടക്കാൻ നോക്കി. പക്ഷേ അങ്ങോട്ടേക്ക് കുറച്ചൊന്ന് ഇറങ്ങണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഇറങ്ങാൻ ഇവിടെ ഒരു കറണ്ട് വഴി കിട്ടുന്നില്ല. പുല്ല് പിടിച്ച് കിടക്കുന്ന കാരണം ഇവിടെയൊക്കെ എന്നുള്ള ഒരു കാഴ്ചകളൊക്കെ കിട്ടുന്നുള്ളൂ. അപ്പുറത്തോട്ട് എവിടെയെങ്കിലും പോയാൽ പുഴയിലോട്ട് ഇറങ്ങാൻ പറ്റുമെന്ന് അറിയത്തില്ല. വെള്ളം അങ്ങനെ കളകളാന്ന് ഒഴി പോകെ നടക്കുക കാണാൻ. ഇവിടെ നിൽക്കുമ്പോൾ അമ്പലത്തിൻ്റെ കാഴ്ചകളും ആ പാറയുടെ കാഴ്ചകളൊക്കെ കുറച്ചുകൂടെ കിട്ടുന്നുണ്ട്. ഇവിടെ ഈ കർക്കിടക മാസത്തിൽ ബലിയിടുന്നുണ്ടല്ലോ, ആ ഒരു സമയത്തൊക്കെ ഭയങ്കര ആളാണ്. പിന്നെ ശിവരാത്രിക്ക് നല്ല ആളാണ്. അവർ മീൻപിടുത്തമൊക്കെ കഴിഞ്ഞ് പോകുന്നു. എത്ര നേരം വന്ന് കുത്തി ചെയ്താലും 5-6 മീനെ കിട്ടുന്നല്ലേ. ചിലപ്പോൾ പടപടാന്ന് കിട്ടുമേ, ചിലപ്പോൾ ഈ ഇരിപ്പം അങ്ങനെ ഇരിക്കേണ്ടി വരും ഇവർ കേട്ടോ, ഓരോരുത്തരായിട്ട്. പിന്നെ വലയിടും ഇവർ. വലയിടുവാണെങ്കിൽ കുറേ കൂടെ ഒക്കെ ഭേദമാണെന്ന് തോന്നുന്നു. അക്കരെ കയറി ആ സൈഡ് പറ്റി അങ്ങനെ കുറേ ദൂരം പോകാൻ പറ്റുമേ. രാവിലെ സമയത്ത് ഒരു നല്ല രസമാണ് പോകാൻ അതിൽ. അപ്പോൾ അയ്യപ്പൻ കോവിലിൻ്റെ കാഴ്ചകളൊക്കെ ആയിട്ട് എടുത്തൊരു ചെറിയ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വേറെ ഏരിയ ഇല്ല, ഇത്രയൊക്കെ കാണാനുള്ളൂ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട നമ്മുടെ പേജൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോ. യൂട്യൂബ് ചാനലുണ്ടേ, വിനോദിക്കി വ്ളോഗ്സ്, അതിലും. ഇൻസ്റ്റാഗ്രാം പിന്നെ നമ്മൾ അത്ര വലിയ കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് പിന്നെ കാണാവേ.